പാലക്കാട് അഗളിയിൽ കഞ്ചാവ് തോട്ടം തെരഞ്ഞുപോയി അട്ടപ്പാടി വനത്തിലകപ്പെട്ട പോലീസ് സംഘത്തിനെ പുറത്തെത്തിച്ചു. അഗളി ഡിവൈഎസ്പി അടക്കമുള്ള സംഘമാണ് വഴി തെറ്റിയതിനെ തുടർന്ന് രാത്രി കാട്ടിൽ അകപ്പെട്ടത്. 14 പേരുടെ ടീമാണ് പോയത്. പിന്നെ ഒരു മണ്ണാർക്കാട് നിന്നും ആർആർടിയുടെ ടീം വന്നു. അവര് കൃത്യമായിട്ടുള്ള ഒരു ഹെൽപ്പിംഗിലൂടെ ഞങ്ങൾ താഴെത്തി. കഞ്ചാവ് തോട്ടം നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കേസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ഈ രാത്രി അവിടെ കഴിഞ്ഞ വലിയ ക്ലേശകരായിരുന്നു. കുറച്ച് സമയം എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ കുറച്ച് സമയം ബുദ്ധിമുട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഇവരെത്തി. അവര് അല്ലാതെ ഹെൽപ്പ് ചെയ്തു. തിരിച്ചു വരാനുള്ള വേറെ വഴി കൂടി വരേണ്ടി വന്നു. അപ്പൊ അതിന് കുറച്ച് ടഫായിരുന്നു. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, എപ്പോഴായിരുന്നു ഇവർ ഈ കഞ്ചാവ് തോട്ടം തേടി പുറപ്പെട്ടത്? എത്ര മണിക്കൂറാണ് കാടിനുള്ളിൽ പെട്ടുപോയത്? ഫോഴ്സിന്റെ ഭാഗമല്ലേ, ആ ടെറൈൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു മാത്രം. അതർവൈസ് എല്ലാവർക്കും അവരെല്ലാം ഫുള്ളി രാവിലെ മുതൽ നടത്തുന്നതിന്റെ ഓൾമോസ്റ്റ് 20 hours നടന്നതിന്റെ ടയർഡ്നെസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. എന്തായാലും കാട്ടിൽ ഇന്നലെ അകപ്പെട്ടു പോയ സൈലന്റ് വാലി വനമേഖലയിൽ, അട്ടപ്പാടിയിലുള്ള സൈലന്റ് വാലി വനമേഖലയിലാണ് 14 പേരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അവരെയാണിപ്പോൾ അല്പസമയം മുമ്പ് പുറത്തെത്തിച്ചിട്ടുള്ളത്. ഇതിന് നേതൃത്വം നൽകിയ മണ്ണാർക്കാട് റേഞ്ച് ഓഫീസറായ എൻ സുബൈറാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അട്ടപ്പാടിയിൽ നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. പാലക്കാട് അഗളിയിലാണ് സംഭവം. കഞ്ചാവ് തോട്ടം തെരഞ്ഞുപോയി അട്ടപ്പാടി വനത്തിലകപ്പെട്ട പോലീസ് സംഘത്തിനെയാണ് പുറത്ത് എത്തിച്ചിട്ടുള്ളത്. അഗളി ഡിവൈഎസ്പി അടക്കമുള്ള സംഘമാണ് വഴി തെറ്റിയതിനെ തുടർന്ന് രാത്രി കാട്ടിൽ അകപ്പെട്ടത്. ആ 14 പേരുടെ ടീമാണ് പോയത്. പിന്നെ ഒരു മണ്ണാർക്കാട് നിന്നും ആർആർടിയുടെ ടീം വന്നു. അവര് കൃത്യമായിട്ടുള്ള ഒരു ഹെൽപ്പിംഗിലൂടെ ഞങ്ങൾ താഴെത്തി. കഞ്ചാവ് തോട്ടം നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കേസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ഈ രാത്രി അവിടെ കഴിഞ്ഞ വലിയ ക്ലേശകരായിരുന്നു. കുറച്ച് സമയം എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ കുറച്ച് സമയം ബുദ്ധിമുട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഇവരെത്തി. അവര് അല്ലാതെ ഹെൽപ്പ് ചെയ്തു. തിരിച്ചു വരാനുള്ള വേറെ വഴി കൂടി വരേണ്ടി വന്നു. അപ്പൊ അതിന് കുറച്ച് ടഫായിരുന്നു. എന്തായാലും വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, എപ്പോഴായിരുന്നു ഇവർ ഈ കാട്ടിലേക്ക് പുറപ്പെട്ടത്? എത്ര സമയമാണ് അതിൽ പെട്ടുപോയത്? അഭിലാഷ്, ഇന്നലെ രാവിലെയാണ് കഞ്ചാവ് നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു 14 അംഗ സംഘം, പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന സംഘം, ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ മുക്കാലിയിലുള്ള, നമുക്ക് ഇവിടുന്ന് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും, ഈ വനമേഖലയാണ്. ഇവിടെ സൈലന്റ് വാലി വനമേഖലയിലേക്കാണ് പോയത്. ഇവിടെ ഏകദേശം ഈ കഞ്ചാവ് ചെടികളെല്ലാം പൂർണ്ണമായി നശിപ്പിച്ച ശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് ഇവരുടെ ദൗത്യം പൂർത്തിയാവുന്നത്. പക്ഷേ ദൗത്യം പൂർത്തിയായി കാടിന്റെ പല വഴിക്ക് പോയതിനിടെ ഇരുട്ട് വീണു. അതിനുശേഷമാണ് ഇവർക്ക് കൃത്യമായി തന്നെ പുറത്തെത്താൻ കഴിയാത്തൊരവസ്ഥ വന്നു. സാധാരണ നിലയിൽ ഇങ്ങനെ മാസത്തിലും 2 മാസം കൂടുമ്പോഴെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കഞ്ചാവ് ചെടികൾ നശിപ്പിക്കുന്നതിനും മറ്റും വനം വകുപ്പും പോലീസും സംയുക്തമായി ഓപ്പറേഷൻ നടത്താറുണ്ട്. അത്തരത്തിലൊരു ഓപ്പറേഷനാണ് ഇവിടെ നടത്തിയത്. ഓപ്പറേഷന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഘം പോയത്. ഈ സംഘമാണ് കാട്ടിൽ ഒറ്റപ്പെടുകയും ചെയ്തത്. ഇത് ഈ വനമേഖല, അതായത് സൈലന്റ് വാലിയിലെ സത്യങ്കലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇതിനോട് ചേർന്നത് ഇതൊരു പൂർണ്ണമായും ചെങ്കുത്തായ മലനിരകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇറങ്ങി വരിക എന്നുള്ളത് വലിയ റിസ്ക്കാണ്. പ്രത്യേകിച്ച് ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് താണ്ടി പുറത്തേക്ക് വരിക എന്നുള്ളത് വലിയൊരു റിസ്ക് തന്നെയാണ്. ഇതിനിടയിലാണ് ഇവർ ഒറ്റപ്പെട്ടത്. തുടർന്ന് കൃത്യമായി വിവരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി 11:30 മണ്ണാർക്കാട് റേഞ്ച് ഓഫീസറായ എൻ സുബൈറിന്റെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തി. ഉടൻ തന്നെ ഇവരെ നിൽക്കുന്ന സ്ഥലം കൃത്യമായി തന്നെ കണ്ടെത്തുകയും അവിടെ നിന്ന് ഇവരെ കാടിന് പുറത്തേക്ക് എത്തിക്കുകയും അവിടെ ഇവരെ മറ്റുമായി വാഹനത്തിലെത്തിക്കുകയും ചെയ്തു. അതിനുശേഷമാണിപ്പോൾ രാവിലെ 6 മണിയോടുകൂടി അവരവിടുന്ന് യാത്ര തുടങ്ങി. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഈ സംഘം ഇവരെല്ലാം തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. പോലീസും അതുപോലെ തന്നെ കാട്ടിലകപ്പെട്ട വനംവകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അല്പസമയം മുമ്പാണ് തിരിച്ചുപോയത്. വിനേഷ്, ഈ പുറപ്പെട്ട സംഘം അത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് പരിചിതമായ സംഘമല്ലേ? സാധാരണ നിലയിൽ ഇത്തരം ഓപ്പറേഷനുകൾക്കൊക്കെ പരിചയസമ്പന്നരായ ആളുകളല്ലേ പോകുന്നത്? എന്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം?
അഭിലാഷ്, ഇവിടെ ഈ ആനവായി ഫോറസ്റ്റ് ഓഫീസിന്റെ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. ഈ ഇതിന് സാധാരണ പോകുന്നത് ഇവിടെയുള്ള വനം വകുപ്പ് ജീവനക്കാർ തന്നെയാണ്. അവർക്ക് ഈ വനവും വനമേഖലയും എല്ലാം തന്നെ പരിചിതമാണ്. പക്ഷേ അവർ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ സത്യങ്കലം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മലവാരമാണ്, അതായത് ചെങ്കുത്തായ മലനിരകളാണ്. ഇവിടെ വളരെ റിസ്ക് എടുത്ത് വേണം ഈ കഞ്ചാവ് ചെടികളും മറ്റും നശിപ്പിക്കേണ്ടത്. അതിനുള്ള ആ കഞ്ചാവ് ചെടികളും മറ്റും നശിപ്പിച്ചത് രാവിലെ അവർ ഇത് കണ്ടെത്തുകയും ഇത് തെരഞ്ഞു കണ്ടെത്തി ഉച്ചയോടുകൂടിയാണ് ഇവർക്ക് ഈ കഞ്ചാവും മറ്റും കണ്ടെത്താൻ കഴിഞ്ഞത്. ഇത് പൂർണ്ണമായും നശിപ്പിച്ചതിന് ശേഷം അവർ തിരികെ എത്തുമ്പോഴത്തേക്ക് നേരം 6 മണി കഴിഞ്ഞിരുന്നു. നമുക്കറിയാം അട്ടപ്പാടി ഈ ഭാഗത്തെല്ലാം വനമേഖല അത്രത്തോളം കൊടും വനങ്ങളാണ്. 6 മണിയോടുകൂടി തന്നെ വൈകുന്നേരം 6 മണി ആകുമ്പോഴത്തേക്ക് തന്നെ പൂർണ്ണമായും ഇരുൾ വീഴുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇവർ ഈ ചെങ്കുത്തായ മലയിറങ്ങാൻ കഴിയാതെ മറ്റു ഒരു വഴിക്ക് പോവുകയും അങ്ങനെ വനത്തിൽ അകപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. തുടർന്നാണ് ഇവർ വിളിക്കുന്നത്, അതായത് കൃത്യമായി തന്നെ പോലീസിലും അതുപോലെ തന്നെ ഫോറസ്റ്റിനെയും വിവരം അറിയിക്കുന്നു. തുടർന്നാണ് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസറായ എൻ സുബൈറിന്റെ നേതൃത്വത്തിലുള്ള സംഘം 11:30ക്കും 11:45 ഇടയിൽ ഈ സ്ഥലത്ത് എത്തുകയും ഇവർ കുടുങ്ങിയിരിക്കുന്ന ഈ സൈലന്റ് വാലിയിലെ വനമേഖലയിൽ എത്തുകയും തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് ഈ 14 പേരെ, അതായത് വനം വകുപ്പിലെയും പോലീസിലെയും 14 പേരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ പെട്ടെന്ന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റുമൊന്നും അവർ പറയുന്നില്ലല്ലോ. അതോടൊപ്പം ഈ പ്രദേശം എന്നത് ഈ ചുരുങ്ങിയ സമയമാണെങ്കിൽ പോലും വന്യജീവികളുടെയൊക്കെ ആക്രമണം ഉണ്ടാകുന്ന പ്രദേശമാണെങ്കിൽ അതൊരു വലിയ റിസ്ക്കായി മാറുമായിരുന്നല്ലോ. തീർച്ചയായും. പക്ഷേ നമുക്കറിയാം പോലീസിന്റെയും വനം വകുപ്പിന്റെയും എല്ലാം കയ്യിൽ അവർ സാധാരണ വനത്തിലേക്ക് പോകുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിന് തോക്കും മറ്റു ആയുധങ്ങളും ഉണ്ടായിരുന്നു. അത്തരത്തിൽ വന്യമൃഗശല്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട ആയുധങ്ങളും മറ്റും കയ്യിലുണ്ടായിരുന്നു. അത് വലിയൊരു രക്ഷയായിട്ടുണ്ട്. മാത്രമല്ല ഈ ഉച്ചയ്ക്കുള്ള ഭക്ഷണം മാത്രമാണ് ഇവർക്ക് കഴിക്കാൻ കഴിഞ്ഞത്. ഉച്ചയ്ക്ക് ഈ ദൗത്യം പൂർത്തിയാക്കി ഏകദേശം ഉച്ചയോടുകൂടി തന്നെ തിരിച്ചു വരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ടും അവർക്ക് ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഉച്ചവരെയുള്ള ഭക്ഷണമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ 11:30 ഇവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യസംഘം, ഈ ഒരു റെസ്ക്യൂ ടീം എത്തുന്നത് വരെ ഇവർക്ക് ഭക്ഷണമൊന്നുമില്ലാതെ കയ്യിലുള്ള ഭക്ഷണമെല്ലാം തീർന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. വെള്ളം പിന്നെ വനത്തിൽ ലഭിക്കുന്നതാണ്, നല്ല ശുദ്ധമായ ജലം വനത്തിൽ നിന്ന് ലഭിക്കും. പക്ഷെ ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ എല്ലാവരും അവശരായ ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെത്തിയതോടുകൂടി ഇവർക്ക് കൃത്യമായി തന്നെ ഭക്ഷണവും കൊടുക്കുന്നു. ആ ഭക്ഷണവും വെള്ളവും എല്ലാം കുടിച്ച ശേഷമാണ് കാട്ടിലൂടെ ഇറങ്ങിയാണ് ഈ സംഘം ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അതായത് ഇവരുടെ വാഹനം നിർത്തിയിട്ട സ്ഥലത്തേക്ക് എത്തുന്നു. നടന്ന് ഇവരെ കൊണ്ടുവന്ന ശേഷം ഈ വാഹനത്തിൽ കയറ്റി രാത്രിയിൽ ഇങ്ങോട്ട് പുറത്തെത്തിക്കുക എന്നുള്ളത് റിസ്ക് ആയതുകൊണ്ടാണ് അവിടെ അവരെ നിർത്തിയ ശേഷം ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഇവർ യാത്ര ആരംഭിച്ചത്. 7 മണിയോടുകൂടി തന്നെ അവരിവിടെ തന്നെ ഈ ആനവായി ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടെ വനം വകുപ്പിന്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ എത്തിയത്. ആശ്വാസകരമാകുന്ന വാർത്തയാണ്. ഒപ്പം നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി ശ്രദ്ധിക്കാം. സൈലന്റ് വാലി വനത്തിൽ ഒറ്റപ്പെട്ടു പോയ 14 പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താൻ നേതൃത്വം നൽകിയത് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസറായ എൻ സുബൈറും സംഘവുമാണ്. ഇപ്പോൾ എൻ സുബൈർ നമ്മോടൊപ്പം ചേർന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു രക്ഷാപ്രവർത്തനം? ഇന്നലെ രാത്രി 7:45, 7:30, 8 മണിക്കുള്ളിലാണ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. നമ്മുടെ അട്ടപ്പാടി ഫോറസ്റ്റ് റേഞ്ചിന്റെ കീഴിലുള്ള സത്യക്കൽ മലയുടെ വനഭാഗത്ത് 14 അംഗ 10 പോലീസുകാരും പോലീസ് മെമ്പേഴ്സും അതുപോലെ 4 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അകപ്പെട്ടു പോയി എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. അവർ കഞ്ചാവ് റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടില്ല. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ടീം പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർക്ക് എനിക്ക് തോന്നുന്നു രാത്രി ആയതോടുകൂടി വഴിതെറ്റിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഇമ്മീഡിയറ്റ്ലി മണ്ണാർക്കാട് ആറാട്ടിയിലുള്ള നമ്മുടെ ടീം മെമ്പേഴ്സിനെ, അട്ടപ്പാടി റേഞ്ചിലെ കീഴിലുള്ള ടീം മെമ്പേഴ്സിനെയും കൂടി നമ്മൾ ടീം ഫോം ചെയ്തു. നമ്മളവരെ ഒരു 9:45 മുരുകള ഊരുന്നവർ രാത്രിയിൽ മൂവ് ചെയ്തു, സ്പോട്ടിലേക്ക് മൂവ് ചെയ്തു. രാത്രി 11:45 സ്പോട്ടിലെത്തി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്തു. അവർ കംപ്ലീറ്റ്ലി ടയേർഡായിരുന്നു. അതിനുശേഷം അവരെ നമ്മൾ റോപ്പും അതുപോലെ സേഫ്റ്റി ഹാർനസ് എല്ലാം ഉപയോഗിച്ച് താഴെ കൊണ്ടുവന്നു, സേഫായിട്ട് കൊണ്ടുവന്നു. ഇഞ്ചുറീസ് ഒന്നുമില്ല. രാവിലെ 6 മണിയായി അവരെ താഴെ എത്തിക്കാൻ വേണ്ടി. അപ്പം ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു.
ഇതാണ് സംഭവിച്ചത്. പക്ഷേ ഇന്നലെ അവർക്ക് ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ നമ്മൾ ഉച്ചവരെ ഉണ്ടായിരുന്നു. അവർ ഉച്ചവരെ അവർ ഡേയില് ഒരു റെയ്ഡാണല്ലോ പ്ലാൻ ചെയ്തത്. വൈകിട്ട് തിരിച്ചെത്താനായിരുന്നു അവരുടെ പ്ലാന്. വൈകിട്ട് എത്താൻ പറ്റിയില്ല. എവിടെയാണ് അവിടെ വഴി തിരിഞ്ഞു പോയതാണോ? വഴി തിരിഞ്ഞു പോയതായിരിക്കാം. ഇരുട്ടായി കഴിഞ്ഞതോടുകൂടി അവർ ഉദ്ദേശിച്ച പ്ലാൻ, നമ്മൾ കഞ്ചാവ് റെയ്ഡിന് പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ നിശ്ചിത പാതയിലൂടെ അല്ലല്ലോ നമ്മൾ പോലെ, വഴി ഡിഫറെന്റ് സ്ഥലത്തേക്കൊക്കെ പോകുമല്ലോ. അപ്പോൾ വഴി തെറ്റിയായിരിക്കും ഇത് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് എത്ര മണിക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞു? 9:30. ഇവര് 11:45 ഇവരുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. രാത്രി 11:45. അവിടെ വന്യമൃഗശല്യോ പ്രശ്നങ്ങളൊന്നും? വന്യമൃഗങ്ങളുണ്ട്, കാട്ടിനകത്തല്ലേ വന്യമൃഗങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ഫുള്ളി എക്യുപ്ഡ് ആണ്. നമ്മുടെ RRT ടീം മെമ്പേഴ്സ് ആയിരുന്നു മെജോറിറ്റി ആളുകൾ. ഫുള്ളി എക്യുപ്ഡ് ആയിരുന്നു. എന്ത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അതിനെ മാനേജ് ചെയ്യാൻ. നിങ്ങളുടെ വാഹനത്തിൽ ഇവരെ കയറ്റുകയാണോ ചെയ്തത്? ഈ വാഹനത്തിൽ നമ്മുടെ മുരുകളെ എത്തിയതിനു ശേഷം നമ്മുടെ വാഹനത്തിലും അവരുടെ പോലീസ് വാഹനം ഉണ്ടായിരുന്നു. പോലീസ് വാഹനത്തിലാണ് തിരിച്ചു വന്നത്. അപ്പൊ തന്നെ കാൽനടയായിട്ട് ഇവരെ കൊണ്ടുവന്നാണോ? അവർ നടന്നിട്ടാണല്ലോ തിരിച്ചെത്തിയത്. പിന്നെ തണുപ്പ് അവർ പ്രശ്നമൊന്നുമില്ല. ഇവരെല്ലാം ഫോഴ്സിന്റെ ഭാഗമല്ലേ. ആ ടെറൈൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു മാത്രം. അതർവൈസ് എല്ലാവർക്കും അവരെല്ലാം ഫുള്ളി രാവിലെ മുതൽ നടത്തുന്നതിന്റെ ഓൾമോസ്റ്റ് 20 hours നടന്നതിന്റെ ടയർഡ്നെസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ.